നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ പൊക്കിയടിക്കാൻ CPM-ൽ നിന്ന് വനിതാ നേതാക്കൾ എപ്പോഴൊക്കെ പരാമർശം നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പിണറായി എയറിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാധാരണ മുഖ്യമന്ത്രിയെ സ്ഥിരം എയറിൽ കയറ്റിവിടാറുള്ളത് വീണ ജോർജ് ആണ്, പിന്നെ ആര്യ രാജേന്ദ്രനൊക്കെ. പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ അധികം വെളുപ്പിക്കാനൊന്നും രംഗത്തേക്ക് വരാത്ത ഒരാളാണ് KK ശൈലജ. പക്ഷേ ഇത്തവണ KK ശൈലജയാണ് മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാനുള്ള അടങ്കല് പാർട്ടി കൊടുത്തിരിക്കുന്നത് KK ശൈലജയ്ക്കായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ KK ശൈലജ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തി രംഗത്തേക്ക് വരില്ല. അതും ഒരു വീഡിയോ സഹിതം തെളിവായി ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയെ വൈറ്റ് വാഷ് അടിച്ച് KK ശൈലജ രംഗത്ത് വന്നത്. KK ശൈലജയ്ക്ക് വയറ് നിറച്ച് മലയാളികൾ കൊടുക്കുന്നുണ്ട്. സീസർ അമ്മ കൂടുതലങ്ങ് വെളുപ്പിക്കല്ലേ എന്നാണ് മറുപടി. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വേദിയിൽ വെച്ച് ഒരു CPM-ന്റെ വനിതാ നേതാവിനെ അധിക്ഷേപിച്ചല്ലോ, ഒരു പഞ്ചായത്ത് അംഗത്തെ. അത് വലിയ വിമർശനത്തിനും വിവാദത്തിനും വഴിവെച്ചിരിക്കുകയാണ്. ഒരു വഴിക്കൂടെ മുഖ്യമന്ത്രിയെ വെളുപ്പിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് KK ശൈലജ. ആ വിഷയത്തിലാണ് മുഖ്യമന്ത്രിയെ തള്ളിമറിച്ച് KK ശൈലജ പോസ്റ്റ് പങ്കുവെച്ചത്. പക്ഷേ പോസ്റ്റ് ഒന്നാം തരമായിട്ട് മുഖ്യന്റെ മൂട്ടിൽ തന്നെ വന്ന് വീണ് പൊട്ടിയിട്ടുണ്ട്. KK ശൈലജ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. സെൽഫി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് KK ശൈലജ. നിസാര പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തിരക്കുള്ളയാളാണെന്നും KK ശൈലജ പ്രതികരിച്ചു. മുഖ്യമന്ത്രി കപടമായി പെരുമാറുന്ന ആളല്ലെന്നും സെൽഫി എടുക്കാൻ ശ്രമിച്ചതല്ലെന്ന് പെൺകുട്ടി പറഞ്ഞതാണ് വാസ്തവമെന്നും KK ശൈലജ പ്രതികരിച്ചു. എന്നാൽ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നതെന്നും KK ശൈലജ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ കാപട്യക്കാരനൊന്നുമല്ല. അദ്ദേഹം എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെയാണ് പെരുമാറിയതെന്ന് KK ശൈലജ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി സ്ഥിരം ഇതുതന്നെയാണോ? ആരെയും അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം? KK ശൈലജ വെളുപ്പിക്കാൻ വന്നിട്ട് പിണറായിയെ എടുത്തിട്ട് ട്രോളന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെ മറ്റു ചില തള്ളുകൾ കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇകഴ്ത്താൻ ഒരു ചെറിയ കാരണം കിട്ടുമെങ്കിൽ അത് പർവ്വതീകരിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെ സ്വഭാവ ദൂഷ്യമുള്ളവരും മനുഷ്യരോട് മിണ്ടാത്തവരാക്കിയും മാറ്റുന്നു. മുഖ്യമന്ത്രി തിരക്കുള്ള വ്യക്തിയാണ്. പെൺകുട്ടി ഫോണിലുണ്ടായിരുന്ന നിവേദനം കാട്ടി അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. അപ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടന്നു നീങ്ങുകയായിരുന്നു. സെൽഫി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും KK ശൈലജ മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ ശൈലജ ടീച്ചറെ, ഒരു തെറ്റുണ്ട്, ഒരു പിഴവുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ വെളുപ്പിക്കാൻ വന്ന് നിന്ന് നാറാൻ നിൽക്കരുത്. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് CPM-ൽ നിന്ന് കൊള്ളാവുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത് KK ശൈലജ ടീച്ചറിനെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു വനിതാ മുഖ്യമന്ത്രി അത് നിങ്ങളായിരിക്കണമെന്ന് ബഹുഭൂരിപക്ഷം മലയാളികൾ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തം നിലവാരം കളയാൻ നിൽക്കരുത്. ഇതൊരു അപേക്ഷയാണ്. കാരണം ആ വേദിയിൽ വെച്ച് പിണറായി വിജയൻ എന്താണ് കാണിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ മാത്രമല്ല, ഓഡിയോ പോലും അതിൻ്റെ പുറത്തു വന്നിട്ടുണ്ട്. ആ വേദിയിലേക്ക് ആ പെൺകുട്ടി നിവേദനം കാണിക്കാനാണോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനാണോ എന്തിനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നിന്ന് വ്യക്തമാകുന്നുണ്ട്. ദേഷ്യപ്പെട്ടുകൊണ്ട് മാറി നിൽക്ക് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കൂടാതെ മാറി നിൽക്കൂ എന്ന് പറയുന്നതിൻ്റെ ഓഡിയോ വ്യക്തമായി കേൾക്കുകയും ചെയ്യാം. ഇത് KK ശൈലജ ടീച്ചർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവായി ആ വീഡിയോ എടുത്തു വെച്ചൊന്ന് കാണണം. അല്ലാതെ ഇത് AI ആണ്, അല്ല മുഖ്യമന്ത്രി സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചതാണ് എന്നുള്ള ഡയലോഗൊന്നും ദൈവത്തെ ഓർത്ത് അടിക്കരുത്. നിങ്ങൾ നാണം കെടും. അല്പമെങ്കിലും ഒരു വകതിരിവുണ്ടെങ്കിൽ ഇമ്മാതിരി വെളുപ്പിക്കലിനൊന്നും KK ശൈലജ ടീച്ചർ നിൽക്കരുത്. ആ വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, ആ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് മാറി നിൽക്കുക എന്നങ്ങോട്ട് പറയുന്നത്. അത് മാത്രമല്ല, വളരെ ദയനീയമായി ആ പെൺകുട്ടി നാണം കെട്ടിട്ട് പിന്നോട്ടേക്ക് പെട്ടെന്ന് മുഖ്യമന്ത്രി ആക്രോശിക്കുമ്പോൾ പേടിച്ച് മാറുന്നത് നമ്മൾക്ക് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. ഇതിനെ എങ്ങനെയാണ് പർവ്വതീകരിച്ചു എന്നൊക്കെ ഈ പറയുന്ന KK ശൈലജ പറയുന്നത്. പിണറായി വിജയന്റെ ശീലം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. കടക്ക് പുറത്ത് മാറി നിൽക്ക്, പിന്നെ കുലം കുത്തി പരനാറി എന്നൊക്കെ പൊതുവേദികളിൽ നിന്ന് പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. അപ്പോൾ പിന്നെ എത്ര വെളുപ്പിക്കാൻ വന്നാലും അങ്ങോട്ട് മെനയാകത്തില്ല. അതങ്ങനെയാണ്. എത്ര മാന്യത കാണിക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ള ചില തൊട്ടിത്തരങ്ങൾ ചില സമയത്ത് പുറത്തു വരത്തില്ലേ? പിണറായി വിജയന്റെ കാര്യത്തിൽ അതാണ് എല്ലായ്പ്പോഴും പല വേദികളിലും സംഭവിക്കാറുള്ളത്. ഇനിയിപ്പോൾ നിവേദനം കാണിക്കാനാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ നിവേദനമല്ലേ, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അല്ലേ ഒരു നിവേദനം സ്വന്തം പാർട്ടിക്കാർ കാണിക്കാൻ ചെല്ലുന്നത്?
അപ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതും പ്രതികരിക്കേണ്ടതും? ഇതിനെയാണ് കെ ശൈലജ ടീച്ചറൊക്കെ വന്നു നിന്ന് ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നത്. വെറുതെ നാറാൻ നിൽക്കരുത്. പക്ഷേ നാറിക്കഴിഞ്ഞു. കാരണം കെ ശൈലജയ്ക്ക് നേരെ വലിയ വിമർശനം ശക്തമാകുകയാണ്. ഇമ്മാതിരി ഉളുപ്പില്ലായ്മ നിങ്ങൾ കാണിക്കരുത് എന്നൊക്കെയാണ് ശൈലജയ്ക്ക് നേരെയുള്ള വലിയ വിമർശനങ്ങൾ. അമ്പൂരി കുമ്പിച്ചൽ പാലം ഉദ്ഘാടനം ചടങ്ങിലായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിര ഗ്രേസ് മുഖ്യമന്ത്രിയുടെ സമീപത്തെത്തി സംസാരിക്കുന്നത്. എന്നാൽ സെൽഫി എടുക്കാൻ യുവതി എത്തിയപ്പോൾ നീരസം പ്രകടിപ്പിച്ച് നടന്നു നീങ്ങുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലായിരുന്നു ഈ വീഡിയോ ആദ്യം പ്രചരിച്ചത്. എന്നാൽ താൻ സെൽഫി എടുക്കാനല്ല ശ്രമിച്ചതെന്നും ഒരു നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയത് എന്ന് ആതിര പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഒരു നിവേദനം പോലും വാങ്ങാൻ പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ പടത്തലവന് സൗകര്യമില്ലേ എന്നുള്ള പരിഹാസം പിന്നാലെ വലിയ രീതിയിൽ വിമർശനമായും വിവാദമായും മാറുകയായിരുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനിരയായ ജനപ്രതിനിധിയെ പാർട്ടി ഭയത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം എന്താണെന്നുള്ളത് ആ വീഡിയോയിലുടനീളം ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ സംഭവം നടന്നതോടുകൂടി ഇപ്പോൾ അവിടുത്തെ നാടാർ സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധമാണ് അണപൊട്ടുന്നത്. സ്വന്തം സമുദായത്തിലെ ഒരു വനിതാ പ്രതിനിധിയെ പരസ്യമായി അപമാനിച്ച മുഖ്യമന്ത്രിയോട് വലിയ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പൂരി പഞ്ചായത്ത് അംഗമായ ആതിരയ്ക്കുണ്ടായ അപമാനം ഈ നാടിനാകെ ഉണ്ടായ അപമാനമാണെന്ന് അവിടുത്തുകാർ പൊട്ടിത്തെറിച്ചാണ് സംസാരിച്ചത്. മാത്രമല്ല ചിലർ പരസ്യമായി ചില പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തു. നാടാർ സർവീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോന്നിയൂർ സനൽകുമാർ ആയിരുന്നു ആദ്യമായിട്ട് ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ തന്നെ പിടിച്ചുകുലുക്കി കഴിഞ്ഞിട്ടുണ്ട്. മാറി നിൽക്കേണ്ടവളല്ല, കൽപ്പനയൊന്നും വേണ്ട, പാറശാലയുടെ ഭാവി MLA അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് എന്ന് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അങ്ങ് പങ്കുവെക്കുകയായിരുന്നു. സമുദായ അംഗങ്ങൾ ഈ പോസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് വൈറലാക്കിക്കൊണ്ട് അവൾ ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഈ പോസ്റ്റ് പങ്കുവെച്ച് പോയി. കന്നി മത്സരത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തയായ നേതാവിനെ വീഴ്ത്തി CPMന്റെ തീപ്പൊരിയായി മാറിയ ആതിരയെ സ്വന്തം പാർട്ടി നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവഹേളിച്ചത് സമുദായത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്ന നിലപാടിലാണ് സംഘടന. ഈ പ്രദേശത്തുള്ളവരെ, അതായത് ഈ അമ്പൂരിയിലൊക്കെയുള്ള വലിയൊരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇതോടുകൂടി പാർട്ടി ഇപ്പോൾ ഇടപെട്ട് പ്രദേശത്തുള്ള പ്രാദേശിക നേതാക്കളെ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും അങ്ങോട്ട് ഫലിക്കുന്നില്ല. പലരും ഇതിൽ ഇടഞ്ഞു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ വിഷയത്തിന്റെ പിന്നാലെയാണ് ഓരോ CPM നേതാക്കളായിട്ട് രംഗത്തേക്ക് വന്ന് പിണറായിയെ വെളുപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ല, മെനയാകാൻ പോകുന്നില്ല. കാരണം ആ വീഡിയോ ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. പിന്നീട് ആതിരയെ രംഗത്തേക്ക് ഇറക്കി മുഖ്യമന്ത്രി തന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തിച്ചു. പക്ഷെ അതൊന്നും വില പോകുന്നില്ല. അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആതിരയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാണ് എന്നുള്ളത്. ഇത് ഞങ്ങളുടെ നാടിനുണ്ടായ അപമാനമാണെന്ന് അവിടുത്തെ രാഷ്ട്രീയം മറന്ന് പലരും ആതിര ഗ്രേസിനെ പിന്തുണച്ച് രംഗത്തേക്ക് വന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം കൈവിട്ടു പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി പലതവണ പല വേദികളിൽ പലരെയും അപമാനിക്കുന്നത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും കെ ശൈലജയും പിണറായിയും വീണ്ടും എയറിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശരിക്കും കെ ശൈലജ മുഖ്യമന്ത്രിയെ താങ്ങാൻ വേണ്ടിയാണോ അതോ തല്ലാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ള ചില ചോദ്യങ്ങളും ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.